ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തിയറി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ ഇന്ന് നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് മീഡിയം അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് മീഡിയ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. എ ഹോട്ട് മീഡിയം ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ്. ഈ ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. ആ തിയറി എന്താണെന്ന് ആരാന്ന് പറഞ്ഞെന്ന് പറയാം. ഈ ഹോട്ട് മീഡിയയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഹോട്ട് മീഡിയ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് താഴെ ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഹോട്ട് മീഡിയം എന്ന കൺസെപ്റ്റ് കനേഡിയൻ തിങ്കറായിട്ടുള്ള, ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇത് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ഹോട്ട് മീഡിയം ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ്. ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇതൊരു ഫേമസ് മീഡിയ തിയറിയാണ്. മീഡിയ തിയറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഹോട്ട് മീഡിയ എന്ന കൺസെപ്റ്റ് വരുന്നത്. മീഡിയ തിയറി. മീഡിയ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, മീഡിയ തിയറി. ഓക്കെ, ഇത് മീഡിയ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കനാഡിയൻ തിങ്കറായിട്ടുള്ള തിങ്കർ മാർഷൽ മെക്ലുഹൻ എന്ന് പറഞ്ഞ ആളാണ്. മാർഷൽ മെക്ലുഹൻ. ഓക്കെ, മാർഷൽ മെക്ലുഹൻ എന്ന് പറഞ്ഞ ആളാണ്, തിങ്കറാണ് ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള, ഇദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആ ബുക്കിലാണ് ഇദ്ദേഹം ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. പുസ്തകത്തിൻ്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ കൺസെപ്റ്റ് എന്ത് ചെയ്ത് കോയിൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ മീഡിയാസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഹോട്ട് മീഡിയ എന്നും കോൾഡ് മീഡിയ എന്നും. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ ഹോട്ട് മീഡിയം അല്ലെങ്കിൽ ഹോട്ട് മീഡിയ ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ്. ഇപ്പോൾ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 ഓപ്ഷനിൽ ഹോട്ട് മീഡിയയുടെ അല്ലെങ്കിൽ ഹോട്ട് മീഡിയത്തിൻ്റെ സവിശേഷത ഏതെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തിയറി ഒന്ന് വിശദമായിട്ട് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ജസ്റ്റ് എഴുതാം. ഹി ഡിവൈഡഡ് all communication media into 2 categories. 2 കാറ്റഗറികളായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, എല്ലാ കമ്മ്യൂണിക്കേഷൻ മീഡിയാസിനെയും ഡിവൈഡ് ചെയ്തത്. അതിലൊന്നാണ് ഹോട്ട് മീഡിയ, മറ്റൊന്നാണ് കൂൾ മീഡിയ. 2 തരത്തിലുള്ള മീഡിയാസ് അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നു.
അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹോട്ട് മീഡിയ, എന്തൊക്കെയാണ് കോൾഡ് മീഡിയ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജാണ്. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഒരാൾ, നമുക്ക് അറിയാം ഇപ്പോൾ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഫോർമേഷനേക്കാളും പ്രധാനപ്പെട്ടത് ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന ആ രീതിയാണ്. എങ്ങനെ ഒരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നു, അതാണ് ഇൻഫോർമേഷനേക്കാളും പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷനെ ആണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തത്. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഹി ബിലീവ്ഡ് that how we receive information is often more important than the information itself. അപ്പോൾ ഇൻഫോർമേഷനേക്കാളും ഇദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത് ഹൗ വി റിസീവ് ഇൻഫോർമേഷൻ എന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ടു എക്സ്പ്ലെയിൻ ദിസ് he classified media based on how much data they give us and how hard our brains have to work to process that information. അതായത് നമുക്കൊരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമ്മളെ ബ്രെയിൻ അതിനു വേണ്ടി ഉപയോഗിക്കണം, എത്രത്തോളം ക്ലാരിറ്റി ഉള്ള ഇൻഫോർമേഷൻസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ബേസിലാണ് ഇദ്ദേഹം രണ്ട് മീഡിയാസ് ആയിട്ട് വേർതിരിച്ചത്. ഹോട്ട് മീഡിയ ഉണ്ട്, കോൾഡ് മീഡിയ ഉണ്ട്. ഇത് നമ്മുടെ എത്രത്തോളം എഫേർട്ട് അതിനെടുക്കണം, എത്രത്തോളം ബ്രെയിന് അതിനെ പ്രയോഗിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവിഷൻ വന്നിട്ടുള്ളത്. എന്താ, നമുക്ക് ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഹോട്ട് മീഡിയം, ഈ ഹോട്ട് മീഡിയത്തിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹോട്ട് മീഡിയം അല്ലെങ്കിൽ ഹോട്ട് മീഡിയ. എന്താണ് ഹോട്ട് മീഡിയ അല്ലെങ്കിൽ ഹോട്ട് മീഡിയ എന്ന് പറഞ്ഞു? ഇതിവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഉള്ള മീഡിയാസിനെയാണ്, ഇൻഫോർമേഷൻ്റെ ഒരു കളക്ഷനെയാണെന്ന് പറയാം ഹോട്ട് മീഡിയം എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു ഭക്ഷണം പാകം ചെയ്ത് നമ്മളെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ജോലി എന്താ, അത് തിന്നുക എന്നുള്ളതാണ്. പക്ഷെ പാകം ചെയ്യാത്തൊരു ഭക്ഷണമാണെങ്കിൽ നമുക്ക് എന്ത് പണിയുണ്ട്, അത് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത ഇൻഫോർമേഷനെ പോലെയാണ്, കുക്ക് ചെയ്ത ഭക്ഷണത്തെ പോലെയാണ്. അത് നമുക്ക് കൺസ്യൂം ചെയ്താൽ മതി, ഡയറക്റ്റ് കൺസ്യൂം ചെയ്താൽ മതി. അതിന് മേൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളെ ബ്രെയിൻ ഓവറായിട്ട് പ്രയോഗിക്കണ്ട. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സിനിമ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരു ഫോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ നമ്മൾ ഒരു കോളേജിലെ ഒരു വർഷത്തെ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് ഫോട്ടോ ആണെന്ന് കരുതാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ ഇൻഫോർമേഷൻ ഉണ്ട്. എത്ര കുട്ടികളുണ്ട്, ആൺകുട്ടികൾ എത്ര ഉണ്ട്, പെൺകുട്ടികൾ എത്ര ഉണ്ട്, ക്ലാസ് ടീച്ചർ ആരാണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്, എല്ലാ കാര്യങ്ങളും ആ ചിത്രത്തിലുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എല്ലാം ഉൾക്കൊള്ളുന്ന ഇൻഫോർമേഷനാണ്.
അപ്പോൾ അത് ഹോട്ട് മീഡിയ ആണ്. അല്ലെങ്കിൽ നമുക്കൊരു സിനിമ എടുക്കാം. ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് അത് ക്ലിയറായി കിട്ടും. ഇപ്പോൾ നമ്മൾ അതിലുള്ള ഓരോ ക്യാരക്ടറും ആരാണെന്ന് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് നായകനാണ്, ഇത് വില്ലനാണ്, ഇദ്ദേഹം പുരുഷനാണ്, ഇദ്ദേഹം സ്ത്രീയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫുള്ളി കുക്ക്ഡാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഫുൾ ഹൈ കണ്ടൻ്റുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ഇൻഫോർമേഷൻ്റെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുക? ഹോട്ട് മീഡിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഹോട്ട് മീഡിയം. ഓരോ ഇത് പോയിന്റുകളായിട്ട് നമുക്ക് നോക്കാം, എന്നാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിന് പ്രധാനമായിട്ടും 2 സവിശേഷതകളുണ്ട് എന്തിന്? ഹോട്ട് മീഡിയത്തിന്. അതിൽ ഒന്നാമത്തെ സവിശേഷതയാണ് ഹൈ ഡാറ്റ. ഒന്നാമത്തതാണ് ഹൈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഹൈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൾക്ക് ഓഫ് ഡാറ്റ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഒരു ചിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കുള്ളിൽ പിന്നെ വേറൊരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് വേറൊരു ലേഖനമോ പുസ്തകമോ ഇറക്കേണ്ട ആവശ്യമില്ല. അതിന് മാത്രം കണ്ടന്റ് ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഹൈ ഡാറ്റ ഇറ്റ് ഫിൽസ് our senses completely with information. നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഈ ഹോട്ട് മീഡിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഹൈ ഡാറ്റ എന്നത്. ഹൈ ഡാറ്റ. മറ്റൊരു സവിശേഷതയാണ് ലോ പാർട്ടിസിപ്പേഷൻ. അതായത് നമ്മളെ ബ്രെയിനിനെ അധികം എന്ത് ചെയ്യണ്ട, ഇതിന്മോ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഈ ചിത്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മത്സ്യത്തിൻ്റെ ചിത്രം കണ്ടു എന്ന് കരുതുക. അപ്പം മത്സ്യത്തിൻ്റെ ചിത്രം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നദിയിലാണ് നിൽക്കുന്നത്, ഇതൊരു മത്സ്യമാണ്, ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് അത് മനസ്സിലാവും. നമുക്ക് പിന്നെ ഒരു വിശദീകരണം തരേണ്ട ആവശ്യം ഉണ്ടാവാം, പക്ഷേ ഒരു പരിധി വരെ ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിൽ പിന്നീട് ഒരു വിശദീകരണത്തിൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ആ സിനിമയിലെ എല്ലാ രംഗങ്ങളും നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വില്ലനാണ് വരുന്നത്, നായകനാണ് വരുന്നത്, കഥ ഇന്നതാണ്, ഇത്ര സ്ത്രീകളുണ്ട്, ഇത്ര പുരുഷന്മാരുണ്ട്, ഗ്രാമമാണ്, നഗരമാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതൊന്ന് ഇതൊരു ഗ്രാമമാണ് എന്നല്ല പറയാം. ഒരു ഗ്രാമത്തെ എങ്ങനെ കാണിക്കുക ചെയ്യാം. അപ്പോൾ ഒരു വില്ലനാണ് എന്നല്ല പറയുന്നത്, വില്ലനെ കാണിക്കുക ചെയ്യാം. അപ്പോൾ അത് ബ്രെയിനിൻ്റെ എഫേർട്ട് കുറവാണ്. അതാണ് ലോ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. because it gives you everything. നമുക്ക് ആ ചിത്രത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരിക്കും. our brain has to do very little work. ബ്രെയിനിന് അധികം പണിയൊന്നുമില്ല. ബി ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് കൺസ്യൂം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ നമ്മൾ ഇരിക്കുക, കാണാം. അതേ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതാണ് ഹോട്ട് മീഡിയൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഹോട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെന്തില്ല, കംപ്ലീറ്റ് ബൾക്ക് ഓഫ് ഇൻഫോർമേഷൻസ് കൂടിയതാണെന്ത് ഹോട്ട് മീഡിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ
എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് മൂവി. അതുപോലെ തന്നെ നമുക്ക് പറയാം ബുക്ക്, അല്ലെങ്കിൽ റേഡിയോ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, അതുപോലെ അങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. ബുക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ ഹോട്ട് മീഡിയത്തിൽ അല്ലെങ്കിൽ ഹോട്ട് മീഡിയയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൂൾഡ് മീഡിയ എന്താണെന്ന് നോക്കാം. കൂൾഡ് മീഡിയ അല്ലെങ്കിൽ കൂൾഡ് മീഡിയം. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ ഇവിടെ ഹോട്ട് മീഡിയത്തിന് നമ്മൾ നേരത്തെ ഒരു വിശദീകരണം പറഞ്ഞിരുന്നു. അതായത് നമുക്ക് പാകം ചെയ്ത ഭക്ഷണം പോലെയാണ്. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പിൽ. ഇറ്റ് ഹാസ് അല്ലെങ്കിൽ ആസ് സംതിങ് ഷോർട്ടാണ് ദാറ്റ് ആൾറെഡി കുക്ക്ഡ്, നമുക്ക് കുക്ക് ചെയ്ത ഒരു ഫുഡ് പോലെ. ആൻഡ് സെർവ്ഡ് ടു അസ് ഓൺ എ പ്ലേറ്റ്. നമുക്ക് ഒരു പ്ലേറ്റിൽ നമ്മളെ മുമ്പിൽ വെച്ച പോലെയാണ്. ഇറ്റ് ഗിവ്സ് അസ് സോ മച്ച് detail that we do not have to use our imagination at all. അപ്പോൾ ഇതിൻ്റെ ഈ ഹോട്ട് മീഡിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആണ്, അത് ഉണ്ടാക്കിയതാണ്. അതിൽ നമ്മളൊരു ഇമാജിനേഷൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് ഇന്ന കണ്ടൻ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് കോൾഡ് മീഡിയത്തിലേക്ക് പോവാം. എന്താണ് കോൾഡ് മീഡിയം? കോൾഡ് മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്ലാങ്ക് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയ ഡാറ്റയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരു കോൺവെർസേഷൻ ആണെന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു സെമിനാറാണ്, ക്ലാസ്സിലൊരു സെമിനാർ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു കോമിക് ബുക്ക്, ഒരു കോമിക്സിൻ്റെ പുസ്തകമാണ്. അപ്പോൾ അതിലിങ്ങനെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് അത് നമുക്ക് എന്ത് ചെയ്യണം? ഗസ് ചെയ്യേണ്ടതുണ്ട്. കഥയാണ്. അപ്പോൾ കഥയൊക്കെ ആകുമ്പോൾ നമ്മൾ കഥ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് ഇമാജിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബ്ലാങ്ക് ആണ്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇവിടെ നമുക്ക് പരമാവധി ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരേണ്ടി വരുന്നുണ്ട്, അല്ലേ? ഇത്തരം ഡാറ്റാസ് നമുക്കൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരം വെച്ച് നമ്മൾ ഗസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമ്മൾ ഒരു പരിപൂർണമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന, നമ്മൾക്ക് അതിന് എന്ത് ചെയ്യണം? നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. അതാണ് കോൾഡ് മീഡിയത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഷോർട്ടായിട്ട് എഴുതാണ് ആസ് സംതിങ് ദാറ്റ് ഈസ് ബ്ലാങ്ക് or incomplete. Require us to fill in the blank. അല്ലെങ്കിൽ fill in the missing figure, അല്ലെങ്കിൽ മിസ്സിങ് പീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കോൾഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും
പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന ഒന്നല്ല. ബാക്കി നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൽ ബാക്കി ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാം, അതായത് വ്യാഖ്യാനിച്ചെടുക്കാം. ഇതിന് 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രത്യേകതയാണ് ലോ ഡെഫിനിഷൻ അല്ലെങ്കിൽ ലോ ഡാറ്റ. ലോ ഡാറ്റ എന്നും പറയും, അല്ലെങ്കിൽ ലോ ഡെഫിനിഷൻ എന്നും പറയാറുണ്ട്. ലോ ഡെഫിനിഷൻ. ലോ ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ ഹൈ ഡാറ്റ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇവിടെ ഹൈ ഡെഫിനിഷൻ എന്നും പറയാം. ഹൈ ഡെഫിനിഷൻ, ലോ ഡെഫിനിഷനും മറ്റൊന്ന് ഹൈ ഡെഫിനിഷനുമാണ്. അപ്പോൾ ഒന്നാമത്തതാണ് ലോ ഡെഫിനിഷൻ. ലോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കില്ല, വളരെ ഷോർട്ടായിട്ടുള്ള ഇൻഫോർമേഷനാണ് ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗസ് ചെയ്ത് കണ്ടെത്തണം ബാക്കിയുള്ള ഇൻഫോർമേഷൻ. ഇറ്റ് പ്രൊവൈഡ് വെരി ലിറ്റിൽ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സവിശേഷത. കോൾ മീഡിയ എന്ന് പറഞ്ഞാൽ അത് ഇൻഫോർമേഷൻസ് വളരെ കുറച്ചായിരിക്കും തരുന്നുണ്ടാവുക. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ സവിശേഷതയാണ് ഹൈ പാർട്ടിസിപ്പേഷൻ. ഹൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഫോർമേഷൻസ് ഇൻകംപ്ലീറ്റ് ആണല്ലോ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയ ഒരു ഇൻഫോർമേഷനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് വേണ്ടി വരും, അല്ലേ? നമ്മൾ ബ്രെയിനിനെ നന്നായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫോർമേഷൻസ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞത്. നമുക്ക് ഹൈ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. ബിക്കോസ് the information is incomplete ആണല്ലേ. ഇൻഫോർമേഷൻ പരിപൂർണ്ണമായിരിക്കില്ല, ഇൻകംപ്ലീറ്റ് ആണ്. യുവർ ബ്രെയിൻ our brain has to work hard to fill in the blanks. Fill in the blanks, imagine things, and interact. അപ്പം ഇവിടെ കോൾ മീഡിയയുടെ പ്രത്യേകത അവിടെ എന്താണ്, ഇൻഫോർമേഷൻ, നമ്മൾ മനുഷ്യൻ്റെ പാർട്ടിസിപ്പേഷൻ അവിടെ കൂടുതൽ ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ 2 തിയറി പ്രധാനപ്പെട്ട, ഈ തിയറി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, പ്രധാനപ്പെട്ടതാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ് നമ്മളിവിടെ പറഞ്ഞു, മാർഷൽ മക്ലുഹൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. 1964 ഈ തിയറി ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന പുസ്തകത്തിലാണ് ഈ തിയറി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം കമ്മ്യൂണിക്കേഷൻ മീഡിയാസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ബാക്കി എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ, പ്രധാനപ്പെട്ട എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഒന്നാമതാണ് ടെലിവിഷൻ. ഇത് പുതിയ ടെലിവിഷൻ അല്ല കേട്ടോ, പഴയ മോഡൽ ടെലിവിഷൻ, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ലോ റെസൊല്യൂഷൻ ടെലിവിഷൻസിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്.
മറ്റൊന്നാണ് കോമിക് ബുക്സ്. അവിടെ കോമിക് ബുക്സ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം 2 കാറ്റഗറിയിലും വരും കേട്ടോ. നമ്മൾ കോമിക്സ് പുസ്തകം നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഗസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ടെലിഫോൺ കോൺവെർസേഷൻ. മറ്റൊന്നാണ് സെമിനാർസ്. മറ്റൊന്നാണ് ഡിസ്കഷൻസ്. ഇത്തരം ഡിസ്കഷൻസ് ആണെങ്കിലും സെമിനാർ ആണെങ്കിലും ഇൻഫോർമേഷൻസ് നമുക്ക് പരിപൂർണമായിട്ട് കിട്ടുകയില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കോൾഡ് മീഡിയം അതുപോലെ തന്നെ ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യം നോക്കുക. ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ തിയറി വിശദീകരിച്ചത്. ഇനി നമുക്ക് പോവാം. എന്താണ് ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് 4 ഫീച്ചേഴ്സാണല്ലോ പറഞ്ഞത്. 4 ഓപ്ഷൻസാണ്, 5 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീസപ്പോസിഷൻ ഓഫ് ഇൻറ്ററാക്ഷൻസ്. പ്രീസപ്പോസിഷൻ ഓഫ് ഇൻറ്ററാക്ഷൻ അത് തെറ്റാണ് ശരിക്കും. ഈ പ്രീസപ്പോസിഷൻ ഓഫ് ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞത് ശരിക്കും തെറ്റാണ്. കാരണം അതവിടെ ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല. ശരിക്കും അവിടെ ഇൻട്രാക്ഷനിലൂടെ അല്ല എന്ത് ചെയ്യുന്നത്, ശരിക്കും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ എന്തുണ്ട്, പൂർണ്ണമായിട്ടുള്ള ഇൻഫോർമേഷൻ അതിലുണ്ട്. അപ്പോൾ പ്രീസപ്പോസിഷൻ ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ശരിക്ക് എന്താണ്, 2 പരസ്പരം ഇൻട്രാക്ഷൻ ഇവിടെ കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു സിനിമ നമ്മൾ കാണുകയാണെങ്കിൽ സിനിമയുടെ ഇൻഫോർമേഷൻ 1 വേ സ്ട്രീറ്റ് പോലെയാണ് അല്ലേ. അവിടുന്ന് ഇൻഫോർമേഷൻസ് ഇങ്ങോട്ട് വരികയാണ് അല്ലേ. ഒരു പിക്ചർ നമ്മൾ കാണുകയാണ്, ആ പിക്ചർ ശരിക്കും അവിടെ ഇൻട്രാക്ഷൻ ഇല്ല, അത് 1 വേ സ്ട്രീറ്റാണ്. ഇൻഫോർമേഷൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇൻട്രാക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് പാസീവായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിൽ, ഹോട്ട് മീഡിയാസിൽ. ഇപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നിട്ടുള്ള പ്രീ സപ്പോസിഷൻ ഓഫ് ഇൻട്രാക്ഷൻ. ഇൻട്രാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് പോവാം. പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഇത് ശരി ഉത്തരാണ്. ഈ ഹോട്ട് മീഡിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാക്സ് ഓഫ് ഡാറ്റ, നമ്മൾ സെൻസറി ഇൻഫോർമേഷൻസ്, ക്ലിയർ, ഓരോ ഇൻഫോർമേഷനും എന്താണ്, ഒരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഡാറ്റ എന്തിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഹോട്ട് മീഡിയത്തിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് സെൻസറി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിയർ ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. വാക്കുകൾ മാത്രമല്ല, ശരിക്കും നമുക്ക് പിക്ചറായിട്ടും അനുഭവങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. ഇനി ഓപ്ഷൻ സി നമുക്ക് നോക്കാം. ലിറ്റിൽ എഫേർട്ട് നീഡ് ഫോർ ഇൻ്റർപ്രട്ടേഷൻ. ഇൻ്റർപ്രട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം പണിയൊന്നുമില്ല, അതും ശരിയാണല്ലേ. ഹോട്ട് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്ക് ഓഫ് ഇൻഫോർമേഷൻ ആണ്. അതിൽ നമുക്ക് ഇൻ്റർപ്രട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തുണ്ടാവും, വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു നായകൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഗ്രാമം, ഒരു സിനിമ തുടങ്ങുകയാണ്. ഒരു ഗ്രാമത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാണാം. അപ്പോൾ കുറേ കർഷകർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും ഇതൊരു ഗ്രാമമാണെന്നുള്ളത്. പിന്നെ അവിടെ എന്ത് ചെയ്യണ്ട, അത് ഇൻ്റർപ്രട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കത് പരിപൂർണമായിട്ടും നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ലെസ് സ്കോപ്പ് ഫോർ പാർട്ടിസിപ്പേഷൻ. അത് ഓപ്ഷൻ ഡി, അതും ശരിയാണ് അല്ലേ. ലെസ് സ്കോപ്പ് ഫോർ പാർട്ടിസിപ്പേഷൻ. ഓഡിയൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഇതിൻ്റെ ഭാഗമായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ലെസ് സ്കോപ്പ് ഫോർ പാർട്ടിസിപ്പേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ശരിയല്ലേ? അത് ഒരു പാസീവായിട്ടാണ് ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എന്താണ് ഇൻഫോർമേഷൻസ് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ എന്താണ് ഇതിലിപ്പോൾ ഓപ്ഷൻ ബി, സി, ഡി എന്നിവയാണ് എന്ത് കറക്റ്റ് ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, സി, ഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, സി, ഡി. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട, ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ശരിയുത്തരമായിട്ടുള്ള 4 പോയിന്റുകൾ. അതിൽ ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് ആൻസർ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണെന്ത്, പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അത് പ്രധാനപ്പെട്ട അത് ശരി ഉത്തരമാണ്. ഇൻഫോർമേഷൻ കറക്റ്റാണ്. കാരണം എന്താണ്, അതിലെന്താണ് പറയുന്നത്, ഹോട്ട് മീഡിയ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്. മീഡിയ ആർ പാക്ഡ് വിത്ത് ഡാറ്റ, സെൻസറി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആൻഡ് ക്ലിയർ ഇൻഫോർമേഷൻ. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തിലൂടെ കിട്ടുന്നുണ്ട്, ഈ ഹോട്ട് മീഡിയയിലൂടെ കിട്ടുന്നുണ്ട്. അത് ഓപ്ഷൻ ബി ആണ്, അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ സി ആണ്. ലിറ്റിൽ എഫേർട്ട് നീഡഡ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. അവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഇൻഫോർമേഷന് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഓൾറെഡി എന്തുണ്ട്, ഇതിൽ ഇൻഫോർമേഷൻസ് ഉൾക്കൊള്ളുന്നുണ്ട്, പൂർണ്ണമായിട്ട് ഇൻഫോർമേഷൻ ഉണ്ട്. സിൻസ് the medium gives you all the details, our brain does not have to expert effort to interpret or guess what is happening. എന്താ നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് രണ്ടാമത്തേതാണ്. ഇനി മൂന്നാമത്തേത് നമുക്ക് നോക്കാം. ശരി ഉത്തരം ലെസ് സ്കോപ്പ് ഫോർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അതാണ് മൂന്നാമത്തേത്. ഇതിൽ മൂന്നാമത്തെ പറയുന്നത് ശരിക്കും എന്താണ്, ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് the experience is complete on its own. There is very
ലിറ്റിൽ റൂം ലെഫ്റ്റ് ഫോർ ദ ഓഡിയൻസ് to participate or fill in the blanks. ഇതാണ് ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. കുറച്ചധികം നീണ്ടുപോയി, പക്ഷെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീഡിയ തിയറിയിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറിയാണ്. ഇയാളെ പേര്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹം രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തത്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് എന്താണ്, ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന് എന്ത് ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്. ഇതിലൊന്നും തിയറികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഏത് വർഷമാണ് വന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് കാറ്റഗറൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കതിനെ നോക്കാം, അത് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്കെടുക്കാം. ഫസ്റ്റ് വരുന്നത് ബ്ലൂ-റേ ഡിസ്ക്, യൂണിവേഴ്സൽ മീഡിയ ഡിസ്ക്, ഡിജിറ്റൽ കോമ്പാക്റ്റ് ഡിസ്ക്, അതുപോലെ തന്നെ H1/8 ഡിജിറ്റൽ ഓഡിയോ ടാപ്പ്. ഇതാണ് ഇതിലുള്ള ഘടകങ്ങൾ. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡിജിറ്റൽ ഓഡിയോ ടാപ്പാണ്. ഇതിനെ DOT ഡിജിറ്റൽ ഓഡിയോ ടാപ്പ് എന്ന് പറയും. ഇത് നിലവിൽ വന്നത് 1900 1987 നിലവിൽ വന്നത്. 1987. ഇത് ഇത്രയാണ്, ഈ വർഷമാണ് ശരിക്കും ഇതിൽ മനസ്സിലാക്കേണ്ടത്. ശരിക്കും എന്താണ്, ഒരു സോണി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്, ടാപ്പാണിത്. സാധാരണ നമ്മൾ ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ഓഡിയോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്ര അത് മനസ്സിലാക്കി. ഡിജിറ്റൽ ഓഡിയോ ടാപ്പാണ് ഒന്ന്, ഒരു ഉണ്ട് ഇവിടെ. രണ്ടാമതായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. രണ്ടാമത് വരുന്നത് HI8 എന്ന് പറഞ്ഞ അതിൻ്റെ ഫുൾ ഫോം നോക്കാം. ഹൈ ബാൻഡ് 8mm എന്നാണ് അതിൻ്റെ പേര്. ഇത് എന്താണ്, 1989 ഇത് ഡെവലപ്പ് ചെയ്തത്. 1989. ഇത് പോപ്പുലർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ കാസറ്റാണ്. 80കളിലും 90കളിലൊക്കെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വീഡിയോ കാസറ്റാണ്. മൂന്നാമത്തത് നമുക്ക് നോക്കാം. നമുക്കിത് പലതും നിങ്ങൾക്ക് കണ്ട് പരിചയമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ഈ പേരും വർഷവുമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മൂന്നാമത്തതായിട്ട് വരുന്നത് ഡിജിറ്റൽ കോമ്പാക്റ്റ് ഡിസ്ക്. ഇതിനെന്ത് പറയും, CD അല്ലെങ്കിൽ CD-ROM എന്ന് പറയും. CD അല്ലെങ്കിൽ CD-ROM എന്ന പേരിലാണ്. ഇത് ഭൂരിഭാഗം ആളുകൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. CD തൊട്ട് മുമ്പൊക്കെ, കുറച്ച് കാലം, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് CD എന്ന് പറയുന്നത്. ഇത് 1990കളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ,
സ്റ്റാൻഡേർഡ് മ്യൂസിക് സി ഡി ആദ്യം ഡെവലപ്പ് ചെയ്ത് 1982-ലാണെങ്കിലും എന്താണ് ഗ്ലോബലി ഇത് എന്താണ് ഇറക്കാൻ തുടങ്ങിയത് 1990-കളിലായതുകൊണ്ടാണ് നമ്മൾ 1990 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വേണം നമുക്ക് യൂണിവേഴ്സൽ മീഡിയ ഡിസ്ക്. യൂണിവേഴ്സൽ മീഡിയ ഡിസ്കിന് UMD എന്ന് പറയും. ഇത് 2004-ലാണ് ഇത് ഇറക്കിയത്. ഇത് സോണി തന്നെ ഇറക്കിയിട്ടുള്ള പ്ലേ സ്റ്റേഷൻ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഗെയിമിംഗ് കൺസോളാണ്. ഒരു ഒപ്റ്റിക്കൽ ഡിസ്ക് ഫോർമാറ്റിലാണ്. ഇത് സാധാരണ പ്ലേ സ്റ്റേഷന് വേണ്ടിയിട്ടൊക്കെയാണ് സോണി ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലേ സ്റ്റേഷൻ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് അത് പരിചയം ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് അടുത്തത് നോക്കാം. ബ്ലൂ-റേ ഡിസ്ക്. ബ്ലൂ-റേ ഡിസ്ക് ഇത് 2006-ലാണ് ബ്ലൂ-റേ ഡിസ്ക് നിലവിൽ വന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇത് DVD പ്ലെയറിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇതിലെന്ത് ചെയ്യാം, കുറഞ്ഞ ഇതിൽ തന്നെ ഒരുപാട് കണ്ടന്റ്, ഹൈ ഡെഫിനിഷൻ കണ്ടന്റുകൾ, അതുപോലെ 4K മൂവീസൊക്കെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഹൈ കണ്ടന്റ് വീഡിയോസ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരിചയം ഉണ്ടാവും. ബ്ലൂ-റേ ഡിസ്കൊക്കെ വളരെ കുറച്ച് മുമ്പ് കാലം വരെ യൂസ് ചെയ്തിരുന്നതായിരുന്നു. ഇപ്പോൾ അതൊന്നും പെൻഡ്രൈവുകൾ, ഇപ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നതോടെ ഇപ്പോൾ ഇതൊന്നും നിലവിലില്ല. ഇല്ല എന്നല്ല, ഉണ്ടായിരിക്കാം, നമ്മളത് യൂസ് ചെയ്യാറ് കുറവാണ്. യൂട്യൂബൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ അതിന് ശേഷമൊന്നും ഇത്തരം ഡിവൈസുകൾ വല്ലാതെ പ്രചാരത്തിലില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇതിൻ്റെ ശരി ഉത്തരം എന്ന് വരുന്നത് ഫസ്റ്റ് E ആണ്. EDCBA ഇതാണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഇതേപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ്. റേഡിയോ ഒരു ലിസ്റ്റ് മീഡിയം ഉണ്ട്, അതിൻ്റെ സവിശേഷതകളുണ്ട്. അപ്പോൾ അതിൽ റേഡിയോ, പ്രിൻ്റ്, ഹോട്ട് മീഡിയം, ഇൻ്റർനെറ്റ്, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സവിശേഷത പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ആദ്യം ഉത്തരം നോക്കാം, എന്നിട്ട് അതിൻ്റെ വിശദീകരണം ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. റേഡിയോ ശരിക്കും എന്താണ്? അക്യൂസ്റ്റിക് മീഡിയ ആണ് ശരിക്കും. റേഡിയോ എന്ന് പറഞ്ഞാൽ ഓൺലി അക്യൂസ്റ്റിക് മീഡിയം. ഓക്കെ, എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് പറയാം. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ റേഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ ഓൺലി അക്യൂസ്റ്റിക് മീഡിയം. ഇവിടെ അക്യൂസ്റ്റിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സൗണ്ടുമായി ബന്ധപ്പെട്ട മാത്രമുള്ള കാര്യങ്ങൾ, അതാണ്. ഇതിൽ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ചിത്രമൊന്നും കാണാൻ പറ്റില്ല. അക്യൂസ്റ്റിക് സിംപ്ലി മീൻസ് relating to sound or the sense of hearing. അതാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് ബി നോക്കാം.
ബി. ബി നമുക്ക് എന്താണ് നോക്കാം, ബാക്കിലേക്ക്. ബി എന്ന് പറഞ്ഞാൽ പ്രിൻ്റാണ്. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അസിങ്ക്രോണസ് ആണ്. പ്രിൻ്റ് അസിങ്ക്രോണസ്. പ്രിൻ്റ് അസിങ്ക്രോണസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, പ്രിൻ്റ് അസിങ്ക്രോണസ്. പ്രിൻ്റ് അസിങ്ക്രോണസ് ആയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അവിടെ സിങ്ക്രോണസ് അസിങ്ക്രോണസ് എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സിങ്ക്രോണസ് എന്ന് നോക്കാം. സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സിങ്ക്രോണസ് മീൻസ് ഹാപ്പനിങ്, അതായത് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു സ്ഥലത്ത് നടക്കുന്ന അതേ കാര്യം അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സിങ്ക്രോണസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് വിളിക്കും, ഇപ്പോൾ ലൈവ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ അതേ സമയത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിങ്ക്രോണസ് ആണ്. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അത് അസിങ്ക്രോണസ് ആണ്. പ്രിൻ്റഡ് മീഡിയ അസിങ്ക്രോണസ് ആണ്. കാരണം നമ്മൾ ഒരു ലേഖനം പത്രത്തിൽ വരികയാണെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും, ആ ലേഖനം എഴുതും, പിന്നെ അത് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് വായിക്കുക. അപ്പോൾ അത് അസിങ്ക്രോണസ് ആണ്. പറയുന്ന സ്പോട്ടിൽ എന്ത് ചെയ്യില്ല, മറ്റേ ആൾക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിങ്ക്രോണസ് മീൻസ് ഹാപ്പനിങ് അറ്റ് ദ എക്സാക്ട് സെയിം ടൈം, ലൈക്ക് എ ലൈവ് ഫോൺ കോൾ. ഫോൺ കോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അസിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അസിങ്ക്രോണസ് മീൻസ് there is a time gap between when a message is created and when it is received. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതും റിസീവ് ചെയ്തതും രണ്ട് സമയത്തായിരിക്കും. അതാണ് സിങ്ക്രോണസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ നമ്മൾ സിങ്ക്രോണസ് എന്താണെന്ന് പറഞ്ഞു, അസിങ്ക്രോണസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻ്റഡ് മീഡിയ എന്ന് പറഞ്ഞാൽ അത് അസിങ്ക്രോണസ് ആണ്. അപ്പോൾ നമ്മൾ ഓക്കെ, അസിങ്ക്രോണസ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഹോട്ട് മീഡിയ ആണ്. ഹോട്ട് മീഡിയത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞല്ലോ അല്ലേ. ഹൈ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻഫോർമേഷൻ ആണ് ഹോട്ട് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാം. ഹോട്ട് മീഡിയം. ഹോട്ട് മീഡിയം പറഞ്ഞിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻഫോർമേഷൻ. ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻഫോർമേഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ. നമ്മൾ മാർഷൽ മക്ലുഹാൻ്റെ ഫേമസ് തിയറി ഹോട്ട് മീഡിയം ആൻഡ് കോൾഡ് മീഡിയം എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻഡ് എബോ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദീകരിക്കണില്ല. ഇനി നമുക്ക് ഡി നോക്കാം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്താണ്? മുകളിലേക്ക് പോയി നോക്കാം നമുക്ക്. ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ
പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ അല്ലേ. ഇതാണ് ഇൻട്രാക്ടിവിറ്റി. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ടിവിറ്റി. എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഇൻട്രാക്ടിവിറ്റി ആയി കറക്റ്റ് അങ്ങനെ വന്നത് നമുക്ക് നോക്കാം. ഡി ഇൻ്റർനെറ്റ് ഇൻ്ററാക്ടിവിറ്റി ആക്ടിവിറ്റി. ഇൻ്റർനെറ്റ് ശരിക്കും ഒരു 2 വേ സ്ട്രീറ്റ് പോലെയാണ്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ 2 വേ സ്ട്രീറ്റും 1 വേ സ്ട്രീറ്റും ഉണ്ടാവും. 2 വേ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് അങ്ങോട്ടും പോകാം. അപ്പോൾ നമ്മളൊരാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റിലൂടെ. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാം, ഞാൻ തിരിച്ച് ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ കോൾ ഇതേപോലെ തന്നെയാണ്, പരസ്പരം ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇൻട്രാക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാക്ടിവിറ്റി മീൻസ് എ 2 way street. It allows us to talk back, click link, അതുപോലെ ലീവ് കമൻസ്, അതുപോലെ തന്നെ ആൻഡ് ചേഞ്ച് വാട്ട് യു ആർ ലുക്കിംഗ് അറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ശരിയുത്തരം വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ശരിയുത്തരം വരുന്ന ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ശരിയുത്തരം വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ 3 വശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത ക്ലാസ് എന്നാണെന്ന് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.